ശബരിമല യുവതി പ്രവേശത്തിൽ ബിജെപിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്ത്. യുവതി പ്രവേശത്തെ അനുകൂലിച്ച് ബിജെപിയുടെ മുൻ അധ്യക്ഷനും രാജ്യസഭാ എംപിയുമായ വി മുരളീധരൻ. ദേശീയ ചാനൽ ചർച്ചയിലാണ് മുരളീധരന്റെ നിലപാട്. വിശ്വാസികളായ യുവതികൾക്ക് സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റും പോലീസും ആണെന്ന് വി മുരളീധരൻ പ്രതികരിച്ചു. വിഷയത്തിൽ തുടർ കലാപങ്ങൾ ബിജെപി കേരളത്തിൽ ഉടനീളം ഉയർത്തുന്നതിനിടെയാണ് മുരളീധരന്റെ പ്രതികരണം. ശബരിമല യുവതി പ്രവേശനത്തെ ചൊല്ലി ബിജെപി സംഘപരിവാർ പ്രവർത്തകർ സംസ്ഥാനത്തെ വ്യാപക അക്രമങ്ങൾ അഴിച്ചുവിടുന്ന പശ്ചാത്തലത്തിലാണ് ബിജെപിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്തായിരിക്കുന്നത്. ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബിജെപി മുൻ അധ്യക്ഷനും രാജ്യസഭ എംപി കൂടിയുമായ വി മുരളീധരനാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിൽ തെറ്റില്ല, ഭരണഘടനാ ബാധ്യത നിറവേറ്റേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നുമായിരുന്നു വി മുരളീധരന്റെ തുറന്നു പറച്ചിൽ. See, the thing is, there is no issue. I don't say that if women wanted to enter as a devotee and the police gave them protection, it was the duty of the police, it is the duty of the state. Yes. And it was the duty of the state to obey the order of the Supreme Court. സുപ്രീം കോടതി വിധിയെ ആദ്യം അനുകൂലിക്കുകയും പിന്നീട് മലക്കം മറിയുകയും ചെയ്ത ബിജെപിക്ക് കനത്ത പ്രഹരം കൂടിയാണ് വി മുരളീധരന്റെ പ്രതികരണം. നിലവിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ബിജെപി സംഘപരിവാർ സംഘടനകൾ അക്രമം അഴിച്ചുവിടുമ്പോഴാണ് വി മുരളീധരന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്. ശബരിമല യുവതി പ്രവേശത്തിൽ ബിജെപി നിലപാട് തള്ളി കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ. യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനെ എതിർക്കാനാകില്ലെന്നും സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്നുവെന്നും അപ്പോൾ അവർക്ക് ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് കയറാനാകില്ല? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നതാണ് സർക്കാർ മുദ്രാവാക്യം. വിധി വന്ന് 2 യുവതികൾ ശബരിമലയിൽ കയറുകയും ചെയ്തു. വിധി മാനിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രാംവിലാസ് പസ്വാൻ. ശബരിമല വിഷയത്തിൽ പാർലമെന്റിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ച UDF എംപിമാർക്കെതിരെ സോണിയാഗാന്ധി. പ്രതിഷേധം കേരളത്തിൽ മതിയെന്ന സോണിയാഗാന്ധി നേതാക്കളെ വിലക്കി. ശബരിമല യുവതി പ്രവേശ വിഷയം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടതായതിനാൽ ദേശീയ തലത്തിൽ പ്രതിഷേധം വേണ്ട എന്നായിരുന്നു സോണിയയുടെ നിർദ്ദേശം. ഇതിനിടെ ഓർഡിനൻസ് ഇറക്കണം എന്ന ആവശ്യവുമായി മോദിയെ കാണാൻ നീക്കം നടത്തിയ എംപിമാരെ രാഹുൽ ഗാന്ധി വിലക്കി. ഇന്നലെയായിരുന്നു ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കരിദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി പാർലമെന്റിൽ കോൺഗ്രസ് എംപിമാർ ബാഡ്ജ് വിതരണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സോണിയാഗാന്ധി പ്രതിഷേധത്തിനെതിരെ രംഗത്തെത്തിയത്. ശബരിമല യുവതി പ്രവേശനത്തിന് എതിരെ ദേശീയ തലത്തിൽ പ്രതിഷേധം നടത്തേണ്ടതില്ല എന്നായിരുന്നു സോണിയയുടെ നിർദ്ദേശം. യുവതി പ്രവേശന വിഷയം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടതിനാൽ ദേശീയ തലത്തിൽ പ്രതിഷേധം വേണ്ടെന്ന നിർദ്ദേശം സോണിയാഗാന്ധി എംപിമാർക്ക് നൽകുകയായിരുന്നു. പാർട്ടിയുടെ സമുന്നത നേതാവ് തന്നെ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ ശബരിമല വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെതിരാണെന്ന് ഇതോടെ വ്യക്തമായി. കഴിഞ്ഞ ദിവസം UDF എംപിമാർ ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയെ കാണാനും UDF എംപിമാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ എംപിമാരെ ഈ നീക്കത്തിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിലക്കി. അയോധ്യ വിഷയത്തിൽ ഈ നിലപാട് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് എംപിമാരെ രാഹുൽ ഗാന്ധി വിലക്കിയത്. ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ശബരിമല വിഷയത്തിൽ പല നിലപാടിലാണെന്നും ആശയവ്യക്തതയില്ലാതെയാണ് കേരളത്തിലെ നേതാക്കൾ പ്രവർത്തിക്കുന്നത് എന്നുമുള്ള വാദമാണ് ഇതോടെ ശരിവെക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല യുവതി പ്രവേശ വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന ആവശ്യത്തിൽ UDF-ൽ ഭിന്നത. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കണമെന്ന വിഷയം UDF എംപിമാർ ചർച്ച ചെയ്തിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ആലോചന നടത്തിയേ തീരുമാനം എടുക്കാനാകൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം UDF-ലെ 7 എംപിമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനായി പ്രധാനമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിരിക്കുകയാണെന്ന് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ MP കൂടിയായ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാതെയാണ് ഈ നീക്കമുണ്ടായിരിക്കുന്നത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കം പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും KPCC അധ്യക്ഷനെ കാര്യം അറിയിച്ചില്ല എന്നത് കോൺഗ്രസിലെ ഭിന്നത എടുത്തുകാണിക്കുന്നു. UDF എംപിമാരായ PK കുഞ്ഞാലിക്കുട്ടി, കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ, ആന്റോ ആന്റണി, ജോസ് കെ മാണി, MK രാഘവൻ എന്നിവരാണ് ശബരിമല വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്ന് അറിയിച്ചത്. വേണ്ട കാര്യത്തിൽ അവർ ഓർഡിനൻസ് കൊണ്ടുവരുന്നുണ്ട്, എന്നാൽ ശബരിമലയുടെ കാര്യത്തിലും കൂടി അവർ ഓർഡിനൻസ് കൊണ്ടുവരട്ടെ. ഞങ്ങളേതായാലും ഇത് സംബന്ധിച്ച് ഒരു ജോയിന്റ് ആയിട്ടുള്ള പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് KPCC അധ്യക്ഷനും MP യുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു.
അത് എനിക്ക് KPC പ്രസിഡന്റ് എന്ന രൂപത്തിൽ എനിക്ക് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് ബന്ധപ്പെടണം ആ കാര്യത്തിൽ. അതിപ്പോൾ KPCC പ്രസിഡന്റ് എന്ന രൂപത്തിൽ അത് ഞാൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നല്ല ചർച്ച നടത്തിയിരിക്കുന്നത് കേട്ടോ. താനും AK ആന്റണിയും ശശി തരൂരും KC വേണുഗോപാലും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തോട് ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനത്തിലെത്താനാകുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഓർഡിനൻസിന്റെ കാര്യത്തിൽ MP-മാരുടെ തീരുമാനത്തെ തള്ളുകയും ചെയ്തു മുല്ലപ്പള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ത്രീവിരുദ്ധ ഹർത്താലിനിടെ RSSും BJPയും നടത്തിയ അക്രമങ്ങളെ അപലപിച്ച് സ്വാമി അഗ്നിവേശ് അക്രമ സംഭവങ്ങളിൽ കോടതി അലക്ഷ്യത്തിന് സ്വമേധയാ കേസെടുക്കാൻ സുപ്രീം കോടതി തയ്യാറാകണമെന്ന് സ്വാമി അഗ്നിവേശ് ആവശ്യപ്പെട്ടു. സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ ശബരിമല നടയടച്ച തന്ത്രിയുടെ നടപടി കോടതി അലക്ഷ്യമാണെന്നും അഗ്നിവേശ് പ്രതികരിച്ചു. തൊട്ടുകൂടായ്മ ആചരിച്ച ഇവരെ ജയിലിലടയ്ക്കണം എന്നും സ്വാമി അഗ്നിവേശ് PPTVയോട് പ്രതികരിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെയുണ്ടായ അക്രമ സംഭവങ്ങൾ കൃത്യമായ അജണ്ടയോടെയാണ്. ശബരിമല ആചാര സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ വേരുറപ്പിക്കാനാകുമെന്നായിരുന്നു BJPയും RSSും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇവരുടെ തന്ത്രം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഈ തന്ത്രം പരാജയപ്പെട്ടതോടെയാണ് കേരളത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടതെന്ന് സ്വാമി അഗ്നിവേശ് പറഞ്ഞു. They see their Waterloo in God's own country, that is Kerala. They thought that using this Kerala so-called tradition, they will be gaining a foothold. And I think that in their desperation, they are resorting to violence, which is most condemnable. അക്രമ സംഭവങ്ങൾ അപലപനീയമാണ്. ഇന്ത്യൻ ഭരണഘടനയോട് തന്നെയാണ് ഈ അക്രമികൾ കുറ്റം ചെയ്യുന്നത്. കോടതി അലക്ഷ്യത്തിന് സ്വമേധയാ കേസെടുക്കാൻ സുപ്രീം കോടതി തയ്യാറാകണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്രമികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെ ശബരിമല നടയടച്ച പ്രവൃത്തിയെയും സ്വാമി അഗ്നിവേശ് വിമർശിച്ചു. കോടതിയലക്ഷ്യ നടപടിയാണ് തന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശുദ്ധിക്രിയ എന്ന പേരിൽ തൊട്ടുകൂടായ്മ ആചരിക്കുകയാണ് തന്ത്രിമാർ ചെയ്തത്. ഇത് ഭരണഘടനയുടെ 17-ാം അനുച്ഛേദ പ്രകാരം ക്രിമിനൽ കുറ്റമാണ്. 1989 SC/ST ആക്ട് പ്രകാരമുള്ള കുറ്റവും ഇവർക്ക് മേൽ ചുമത്തി ജയിലിലടക്കണമെന്നും സ്വാമി അഗ്നിവേശ് ആവശ്യപ്പെട്ടു. Prevention of Atrocities Act 1989 that must be invoked against each one of these people. They should be sent to jail. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത സർക്കാർ നടപടിയെ പ്രശംസിക്കാനും അഗ്നിവേശ് തയ്യാറായി. കേരളത്തെ കലാപഭൂമിയാക്കാൻ ശബരിമല വിഷയത്തെ ഉപയോഗിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് സ്വാമി അഗ്നിവേശിന്റേത്. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരത്ത് പരക്കെ അക്രമം. നെയ്യാറ്റിൻകര CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേറ്. പുലർച്ചെയാണ് പെട്രോൾ ബോംബെറിഞ്ഞത്. നെടുമങ്ങാട് CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമം തുടരുന്നു. CPIM ഏരിയ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ P. ഹരികേശൻ അദ്ദേഹത്തിന്റെ വീടിനു നേരെയും SFI നേതാവ് ഹരിയുടെ വീടിനു നേരെയും ബോംബ് എറിഞ്ഞു. കരിപ്പൂർ ബ്രാഞ്ച് സെക്രട്ടറി പ്രമോദിന്റെ വീട് അടിച്ചു തകർത്തു. ഇതിനിടെ മലയൻകീഴിൽ RSS അനുകൂല മാനേജ്മെന്റിന്റെ സ്കൂളിൽ നിന്ന് ബോംബുകൾ പിടിച്ചെടുത്തു. ഇപ്പോൾ വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പൊതുസ്ഥിതി? ഇപ്പോൾ ഈ മലയൻകീഴിലെ സ്കൂളിനെ സംബന്ധിച്ചുള്ള അപൂർവത എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെയാണോ ഈ ബോംബുകളടക്കം ഇപ്പോൾ പോലീസ് കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്? ആനന്ദ് സൂചിപ്പിച്ചതുപോലെ മലയൻകീഴ് തീരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് സരസ്വതി വിദ്യാനികേതൻ. RSS മാനേജ്മെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. ഇന്നലെ മലയൻകീഴ് വലിയ രൂക്ഷമായ സംഘർഷം ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. ആ പ്രദേശത്ത് ഇന്ന് പുലർച്ചയോടുകൂടി പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് 3 ഉഗ്രശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. മലയൻകീഴ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നിന്നാണ് ഈ ബോംബുകൾ കണ്ടെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് മലയൻകീഴ് പോലീസ് അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ കൂടി അവർ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിൽ പുലർച്ചെ ഇന്നലെ രാത്രിയോടുകൂടി നെയ്യാറ്റിൻകര CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. എന്നാൽ ബോംബ് വന്ന് വീണ ഉടൻ തന്നെ അത് പൊട്ടിയില്ല. തുടർന്ന് അത് കാരണം തീ ആളിപ്പടരാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നെയ്യാറ്റിൻകര MLA ആൻസലൻ, CPIMന്റെ വിവിധ നേതാക്കൾ എന്നിവർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ സംഘർഷം ഇപ്പോഴും തുടരുന്നത് നെടുമങ്ങാട് ഭാഗത്താണ്. നെടുമങ്ങാട് CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗമായ ഹരികേശൻ നായരുടെ വീടിന് നേരെ ഉഗ്രശേഷിയുള്ള ബോംബാണ് പൊട്ടിയത്. തുടർന്ന് കൗൺസിലർ C. സാബു, പാർട്ടി അംഗമായ സാനു,
അദ്ദേഹത്തിന്റെ വീടും കാറും തകർത്തിട്ടുണ്ട്. SFI നേതാവായ ഹരിയുടെ വീട് നേരെ ബോംബേർ ഉണ്ടായി. കരിപ്പൂർ ബ്രാഞ്ച് സെക്രട്ടറിയായ പ്രമോദിന്റെ വീട് RSS സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. നെടുമങ്ങാട് ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് ഒരു പൂർണ്ണമായും അയവ് വന്നു എന്ന് പറയാനാവില്ല. അല്പസമയത്തിനകം അവിടെ CPIM-ന്റെ പ്രതിഷേധ പ്രകടനം ഉണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നെടുമങ്ങാട് മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജീവൻ, ഈ ബ്രോക്കൺ വിൻഡോ സംവിധാനത്തിന്റെ പ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? വലിയ നിലയിൽ അക്രമങ്ങൾ ശമനമില്ലാതെ തുടരുകയാണ്. പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ് കരുതലോടുകൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്? ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ എന്ന പേരിൽ പോലീസ് ഇന്നലെ ആരംഭിച്ച അക്രമകാരികളെ പിടികൂടുന്നതിനായുള്ള സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. ആ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ മലയങ്കീഴ് മേഖലയിൽ ബോംബ് കണ്ടെത്തിയത്. പ്രധാനമായും ആയുധങ്ങൾ കണ്ടെത്തുക, അക്രമകാരികളെ പിടികൂടുക, ഇവ രണ്ടും ലക്ഷ്യമിട്ടാണ് ഈ ഒരു പ്രത്യേക പോലീസ് ദൗത്യം സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നിന്നും അറസ്റ്റും റെയ്ഡും തുടരുകയാണ്. ഇതിനായി സ്പെഷ്യൽ ക്രൈം ടീമിനെ വിവിധ ജില്ലാ പോലീസ് മേധാവിമാർ നിയോഗിച്ചിട്ടുണ്ട്. സ്ഥിരം അക്രമകാരികളായ RSS ക്രിമിനലുകളുടെ പട്ടിക പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവർ സംഭവ സ്ഥലങ്ങളിലുണ്ടോ, അവർ വീടുകളിലുണ്ടോ എന്നത് ലക്ഷ്യമിട്ടാണ് ഇത് നടക്കുന്നത്. എന്നാൽ പലരും വീടുകളിൽ നിന്ന് മാറി മറ്റു ചില സ്ഥലങ്ങളിലാണ് അവർ ഉള്ളതെന്നാണ് പോലീസ് അനൌദ്യോഗികമായി നമ്മളോട് നൽകുന്ന വിശദീകരണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ 11 മണിയോടുകൂടി സംസ്ഥാന പോലീസ് മേധാവി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പുതിയ കരുതൽ തടങ്കലുകൾ എത്രയുണ്ട്, ഇതിന്റെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു, അതോടൊപ്പം എത്ര പേർ പിടിയിലായി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഔദ്യോഗികമായ വിവരം അല്പസമയത്തിനകം നൽകാമെന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ജീവൻ, തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ളത് റൂറൽ മേഖലകൾ കേന്ദ്രീകരിച്ച് അക്രമങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം സൂചനകളുമാണ് ലഭിച്ചത്. ഹർത്താലൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തലസ്ഥാന ജില്ലയുടെ റൂറൽ മേഖലകളിൽ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അത് ശരിവെക്കുന്ന നിലയിലാണ് കഴിഞ്ഞ 2 ദിവസമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാട്ടാക്കട, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് പോലുള്ള റൂറൽ മേഖലകളിൽ അക്രമങ്ങൾ തുടർന്നു വരികയാണ്. എന്താണ് RSS പ്രവർത്തകർ ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് പ്രശ്നങ്ങൾ തുടരാനുള്ള വേദിയാക്കിയെടുക്കുന്നത്? ഈ നഗരപ്രദേശത്തിന്റെ സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? സ്വാഭാവികമായ നിലയിൽ കാര്യങ്ങൾ പോവുകയാണോ? ആനന്ദ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം തിരുവനന്തപുരം റൂറൽ മേഖലയിലാണ് ഇപ്പോൾ ഒരു വലിയ സംഘർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം റൂറൽ മേഖലയുടെ ചില പോക്കറ്റുകൾ RSSന്റെ ചില ശക്തി കേന്ദ്രങ്ങളാണ്. പ്രത്യേകിച്ച് കാട്ടാക്കട മേഖലയിലെ മാറവല്ലൂർ പോലെയുള്ള വീരണകാവ് പോലെയുള്ള മേഖലകൾ RSSന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. അതിനോട് ചേർന്ന് തന്നെ CPM-ന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളുമുണ്ട്. ഈ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമിക്കുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു രീതി. കൂടുതൽ പ്രവർത്തകർ പലരും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിലായി തമ്പടിച്ചുകൊണ്ടാണ് ഈ ആക്രമണ പരമ്പരകൾക്ക് നേതൃത്വം നൽകുന്നത്. വലിയ തോതിൽ ബോംബാക്രമണമാണ് പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബോംബിന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, കാരണം ഇത് പലപ്പോഴും എറിയുന്ന ബോംബുകൾ വളരെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല. സംഘർഷം ഉണ്ടാകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബോംബുകളാണ് ഈ പ്രയോഗിച്ചിരിക്കുന്നതിൽ പലതും. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള ബോംബിന്റെ ശേഖരം അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കാനുള്ള ചണത്തുണി, അതോടൊപ്പം മറ്റ് ഇതിന്റെ അനുബന്ധ സാമഗ്രികളെല്ലാം വളരെ വേഗം ഇതിൽ ശേഖരിക്കേണ്ടതുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബോംബുകളാണ് ചില സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നെടുമങ്ങാട് മേഖലയിൽ ഉണ്ടായിരുന്ന ഹരികേശൻ നായരുടെ വീട് നേരെ ഉണ്ടായത് ഉഗ്രശേഷിയുള്ള ബോംബാണ് പൊട്ടിയത്. ചില സ്ഥലങ്ങളിൽ ഗുണ്ടും ചിലർക്ക് പന്നിപ്പടക്കവുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് വളരെ നേരത്തെ ഇത് ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാക്കിക്കെട്ടി വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള അല്ല ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ ഇത് ചൂടോ ടെമ്പറേച്ചറോ ഒന്നും തട്ടാതിരിക്കേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോട് കൂടിയൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയൊക്കെ ബോംബുകൾ ഉണ്ടാക്കി വളരെ വേഗം നിർമ്മിച്ച് എറിയുന്ന ഒരു രീതിയാണ് കാണുന്നത്. അതുകൊണ്ട് ബോംബിന്റെ വിന്യാസം, ആയുധങ്ങളുടെ ശേഖരം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക, അതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനായി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടക്കുന്നുണ്ട്.
അതിന്റെ പ്രവർത്തനം വളരെ വേഗം കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോവുക എന്നതാണ് പോലീസിന്റെ മുമ്പിലുള്ള വെല്ലുവിളി. മറ്റൊരു കാര്യം ആനന്ദ് സൂചിപ്പിച്ചത്, നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ താരതമ്യേന ഒരു സംഘർഷത്തിന് നേരിയ അയവ് വന്നിട്ടുണ്ട് എന്ന് പറയാം. കാരണം സാധാരണഗതിയിൽ കൂടുതൽ സംഘർഷ മേഖലകളായ നേമം പ്രദേശം, കഴക്കൂട്ടം പ്രദേശങ്ങൾ, ഇവ രണ്ടും കേന്ദ്രീകരിച്ച് വലിയ സംഘർഷങ്ങളുടെ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടില്ല. എന്നാൽ റൂറൽ മേഖലയിൽ അതിന് വിപരീതമായി വലിയ തോതിലുള്ള സംഘർഷം, സാധാരണ നെടുമങ്ങാട് പോലെയുള്ള പ്രദേശങ്ങൾ സാധാരണ വലിയ സംഘർഷ മേഖലകളായിരുന്നില്ല. ഇപ്പോൾ അവിടേക്ക് കൂടി ഈ സംഘർഷം വ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായി സംഘർഷം അവിടെ നടക്കുന്നു. രണ്ട് പാർട്ടി പ്രവർത്തകരും അതിൽ മുറിവേറ്റവരായി മാറുന്നു. സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകും എന്ന പ്രതീക്ഷ പോലീസും വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്റലിജൻസ് സംവിധാനങ്ങൾ കർശന സുരക്ഷ ഒരുക്കണം എന്ന് പോലീസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ആനന്ദ്, എസ് ജീവൻകുമാറാണ് വ്യക്തമായ ചിത്രം തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് നൽകിയത്. ഏതായാലും കാട്ടാക്കട, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് പോലുള്ള റൂറൽ മേഖലകളിൽ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അക്രമങ്ങൾ തുടരുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ വ്യാപകമായി ബോംബ് എറിയുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് പൊതുവിൽ സ്ഥിതി വിലയിരുത്തിക്കൊണ്ട് ജീവൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകര MLA ആൻസലന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നെയ്യാറ്റിൻകരയിലെ CPM-ന്റെ ഓഫീസ്, ഏകദേശം 35 വർഷത്തോളം പഴക്കമുള്ള CPM-ന്റെ ഓഫീസിൽ RSS ക്രിമിനലുകൾ പെട്രോൾ ബോംബടിച്ച് ഓഫീസ് കത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. വളരെ ഹീനമായൊരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. നെയ്യാറ്റിൻകരയെ സംബന്ധിച്ച് വളരെ അക്രമരഹിതമായിട്ടുള്ള നടപടികളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പരമാവധി ആത്മസംയമനം പാലിക്കുകയും അതുവഴി ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ മനഃപൂർവ്വമായി RSS ക്രിമിനൽ സംഘം നമ്മുടെ ഈ പ്രദേശത്ത് സ്ഥാപനങ്ങൾക്ക് നേരെ അർദ്ധരാത്രി ആക്രമണം നടത്തി, അതുപോലെ ഓഫീസുകൾക്ക് നേരെ ആക്രമണം നടത്തി, എന്നിട്ട് കള്ളപ്രചാരവേല നടത്തുന്നൊരു നിലപാടുമുണ്ടായി. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അയ്യപ്പ ഭജനമഠത്തെ അവർ തന്നെ തകർത്തിട്ട് അത് CPM-ന്റെ പേരിൽ വെച്ച് കെട്ടിവയ്ക്കുന്നതിനുള്ള ഗൂഢാലോചന, ഇത്തരം ഗീബൽസ്യൽ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നതിനും ഈ അക്രമങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ശബരിമല നടയടച്ച തന്ത്രിക്ക് എതിരായ നടപടിയെ സംബന്ധിച്ച വാർത്തകൾ കൂടി നമുക്ക് വേഗം എത്തേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം